ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മധുരം അനുഭവിച്ചാൽ മധുരം ഒരു മനുഷ്യൻ പിന്നെയും പിന്നെ ആഗ്രഹിക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മധുരം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മധുരമാ. ആ മധുരം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, എവിടെയായി മധുരം കിട്ടിയത്? എവിടെയായി മധുരം കിട്ടിയത്? അമൽ ചെയ്തപ്പോ കിട്ടിയോ? ഇല്ലല്ലോ. ഒരിടത്തിലും നമുക്ക് ഈ മധുരം കിട്ടാതെ പോകുന്നു എന്നതാ അള്ളാഹുവിന്റെ ഹബീബ് പറയാ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കുകയാ. അള്ളാഹു സ്വർഗ്ഗലോകത്തെ പടക്കുകയാ. എന്നിട്ട് മഹാനായ ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീലെ, ഞാൻ സ്വർഗം പടച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. സ്വർഗം ഒന്ന് കണ്ടുവരുമോ? സ്വർഗം കണ്ടുവന്ന ജിബ്രീല് അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പറയാ, പടച്ചോനെ, അനുഗ്രഹ വിഭൂഷിതമായ അകത്തളത്തിന്റെ അലങ്കാരം കണ്ട് ഞാൻ അമ്പരന്ന് വരികയാ. എന്തോ ഒരു മനോഹരമാ നിന്റെ സ്വർഗം. ഈ സ്വർഗത്തെ കുറിച്ച് നിന്റെ അമ്പിയ പുങ്കവരുടെ നാവിൻ തുമ്പിലൂടെയുള്ള വർണ്ണനകളിൽ പ്രപഞ്ചത്തിൽ വരുന്ന മനുഷ്യരും സർവ്വസൃഷ്ടികളും ഇത് മോഹിക്കുമല്ലോ. അല്ലാ, ജിബ്രീലെ, മോഹിക്കുന്ന സ്വർഗം ഞാൻ അങ്ങ് കൊടുക്കൂല ജിബ്രീലെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, അള്ളാഹു സ്വർഗത്തിനൊരു മതിൽ വെച്ചുവത്രേ. ആ മതിലിന്റെ പ്രത്യേകത എന്താ? വികർഷണ സ്വഭാവമാ. ഇടുക്കി ആർച്ച് ഡാമിനുണ്ട് ഒരു വികർഷണ സ്വഭാവം. വെള്ളത്തെ അങ്ങോട്ട് തള്ളിമാറ്റുന്ന വികർഷണ സ്വഭാവമുണ്ട്. 16% അതിന്റെ പ്രവർത്തനങ്ങളിൽ പ്രയാസങ്ങൾ കാണപ്പെടുന്നു എന്ന് ഈ അടുത്തൊരു പഠനം വന്നു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഡാം ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്ത് സബ്. അങ്ങ് പണ്ടൊരിക്കൽ ഒരു ഡാം ദുരന്തം നടന്ന കഥ പറയുന്ന അധ്യായമാണിത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴും ദുആരക്കേണ്ടതാണത്. വികർഷണ സ്വഭാവം സ്വർഗത്തിന്റെ മതിലിനുണ്ട്. രണ്ടാം വട്ടം ജിബ്രീലിനെ അങ്ങ് പറഞ്ഞയച്ചു. മഹാനായ ജിബ്രീലിന്റെ വിശാലമായ 600 ചിറകുകൾ കൊണ്ട് സ്വർഗത്തിന്റെ വർണ്ണമനോഹരമായ അകത്തളം കാണാൻ, വിശാലത കാണാൻ അങ്ങ് പറക്കാൻ തുടങ്ങി ജിബ്രീൽ. അള്ളാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ജിബ്രീൽ പൊട്ടിക്കരഞ്ഞു പറയാ, ഇങ്ങനെ ഒരു മതിൽ വെച്ചതിന്റെ പേരിൽ തമ്പുരാനെ, നിന്റെ സ്വർഗത്തിലേക്ക് ആളെ കിട്ടൂല. അല്ലാഹു സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. ഏതാണ് ആ മതിലെന്നറിയുമോ? ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹി ഖാല റസൂലുള്ളാഹി. മനുഷ്യന്മാർക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ആ മതില്. വയലൊക്കെ കഴിഞ്ഞു. ഫെബ്രുവരി മാസം, നല്ല തണുപ്പുണ്ട്. സുബൈക്ക് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിലോ അത് മൊല്ലാക്കായ ഉസ്താദുണ്ട്, ജമാഅത്തൊക്കെ നടന്നോളൂ. പിന്നെ ഇപ്പോൾ അവിടെ കിടക്കുന്നതിന് വയലുണ്ടായതല്ലേ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവിടെ ഒന്നും പാസ്സാവൂല. താല്പര്യങ്ങൾ ചില സമയത്ത് നമ്മളെ നന്മ ചെയ്യാൻ പിന്നോട്ട് വലിക്കുന്നോടത്താണ് സ്വർഗത്തിന്റെ ആ മതിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹു നമുക്ക് ആ മതിലിനെ ഭേദിക്കാനുള്ളതായ കരുത്ത് തരട്ടെ. ഏത് പ്രവർത്തനത്തിലും അത് കടന്നു വരണം. അതിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പോയപ്പോഴാ നമുക്ക് പലതും ബാഹ്യ പ്രകടനങ്ങളായി മാറിയത്. നരകം പടച്ചു, പോയി കണ്ടുവരാൻ പറഞ്ഞു. നരകത്തിന്റെ ഭീതിജനകമായ ഗർജനം കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, നിന്റെ അമ്പിയ പുങ്കവരുടെ നാവിൻ തുമ്പിലൂടെ ഈ നരകത്തിന്റെ വർണ്ണന ഒഴുകി വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു സൃഷ്ടിയും ആ നരകത്തെ ഭയക്കാതിരിക്കില്ല. ആരും ആ നരകത്തിലേക്ക് ആളുണ്ടാവില്ല. അല്ലാഹു നരകത്തിനും ഒരു മതില് പടച്ചു. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഒന്നുകൂടി പോയി കണ്ടിട്ട് വരൂ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തെ കണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ പറഞ്ഞു, ഈ നരകത്തിന്റെ ആ മതില് ഏതൊരു സൃഷ്ടിയെയും അതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആകർഷണത്തിന്റെ സ്വഭാവമുണ്ട് എങ്കിൽ, അല്ലാഹുവേ, നിന്റെ മലക്കാകുന്ന ജിബ്രീൽ, ഞാൻ പോലും ആ നരകത്തെ ഭയക്കുന്നു എന്ന് മഹാനായ ജിബ്രീൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗ സമർപ്പണത്തിലൂടെ അള്ളാന്റെ മുന്നിൽ പറയുമ്പോ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി പരിശുദ്ധ ഖുർആന്റെ അനശ്വരമായ വ്യാഖ്യാനത്തിൽ ജിബ്രീലിനെ വർണ്ണിക്കുന്നോടത്ത് പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ചോദിച്ചുവത്രേ, എന്താണ് ജിബ്രീൽ നിന്റെ മുഖത്തിൽ 2 കറുത്ത അടയാളം? ജിബ്രീൽ പറഞ്ഞു, മാ ലഹിഖതു മുൻദു ഖുലിഖത്തുൻ നാർ. നബിയേ, അല്ലാഹു നരകത്തെ പടച്ച അന്ന് മുതൽക്ക് ഞാൻ ചിരിച്ചിട്ടില്ല നബിയേ. അപ്പോൾ ചോദിച്ചു, മാലി ലം അറ മീകായിൽ ലാഹിഖൻ ഖത്തു. മീകായിലിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജിബ്രീലേ.
മീകായിൽ ഒരിക്കൽ പോലും എന്റെ മുന്നിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഫഖാല ജിബ്രീലു മാ ലഹിക മീകായിൽ മുൻദു ഖുലിഖത്തിൻ നാർ. നരകത്തെ അല്ലാഹു പടച്ച അന്ന് മുതൽക്ക് മഹാനായ മീകായിൽ ചിരിച്ചിട്ടില്ലെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആലോചിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിരിക്കാൻ വേണ്ടി എന്തുട്ടുത്സവം മോനെ? കോമഡി ഉത്സവം. തട്ടിമുട്ടി ചിരിയില്ലാത്തൊരു പരിപാടിയില്ല. നാളെ ഒരാൾ പറഞ്ഞു വഴുത് പറയുമ്പോ ഉസ്താദെ തമാശ പറയണം, കുറച്ചൊക്കെ ചിരിയും വേണം. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് ആത്മീയതയെ മനുഷ്യർ വിലയിരുത്തി. കുറച്ച് ചിരി വേണത്രേ, ചിരി വേണം. ചിരി എവിടെയാ ചിരിക്കാൻ പറഞ്ഞത്? മനുഷ്യൻ വഴുതിന്റെ സദസ്സിൽ ചിരിക്കണമെന്ന് വരെ ആഗ്രഹിക്കുന്നു. അവിടത്തോളം മഹാന്മാരായ മലക്ക് ചിരിച്ചിട്ടില്ല. ഉള്ളിൽ അല്ലയില്ലേ? അല്ലാഹു ഉള്ളിലില്ലെങ്കിൽ പണി വരും. അല്ലാഹു ഉള്ളിലില്ലെങ്കിൽ നമുക്ക് പണി വരും. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കഥ പറയുന്നുണ്ട്. ഇമാം ഫഖറുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ മരിദ മൂസാ അലൈഹിസ്സലാം വസ്തദ വജഉ ബത്നിഹി ഫശകാ ഇലല്ലാഹി ഫദല്ലഹു അലാ അശ്ബിൻ ഫിൽ മഫാസാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരിക്കൽ ഒരു വയറുവേദന വരികയാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുകയാ, പടച്ച റബ്ബേ എനിക്ക് വയറുവേദന, അതിനൊരു മരുന്ന് വേണേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ ഇന്നാലിന്ന നാട്ടിൽ ഇന്നാലിന്ന മരുഭൂമിയിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചെടിത്തണ്ടിലെ മുളച്ചു നിൽക്കുന്ന 1-2 ഇലകളുണ്ട്, അതൊന്ന് പോയി പറിച്ചു കഴിച്ചോ, അങ്ങയുടെ വയറുവേദന മാറുമെന്ന് അല്ലാഹു വിവരം കൊടുക്കാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് നടന്നു നീങ്ങുകയാ. ഉദരത്തിലേക്ക് വലത് കൈയിന്റെ തണ്ടങ്ങ അമർത്തിപ്പിടിച്ചിട്ട് വേദന സഹിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ അല്ലാഹു പറഞ്ഞ ദിശയിലേക്ക് മൂസാ നബി നടന്നു ചെന്നുകൊണ്ട് ആ ഇല പറിക്കുന്നു, കഴിക്കുന്നു. മഹാനവറുകൾക്ക് സുബ്ഹാനല്ലാഹ് വയറുവേദന മാറുകയാ. അല്ലാഹുവിന്റെ വേണ്ടുക പ്രകാരം മൂസാ നബിയുടെ വയറുവേദന മാറുമ്പോ പിന്നെ കുറെ നാളത്തേക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ മൂസാ നബിക്ക് വയറുവേദന മടങ്ങി വന്നപ്പോ മൂസാ നബി ചിന്തിക്കുകയാ, അല്ലാഹുവേ അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോ ഞാൻ കഴിച്ച ചെടി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. മഹാനായ മൂസാ നബി വയറുവേദന മൂർച്ഛിക്കുന്നതിന് മുന്നേ മെല്ലെ മെല്ലെ നടക്കുകയാ. അങ്ങോട്ട് നടന്നു ചെന്നുകൊണ്ട് ആ ചെടിത്തണ്ട് കണ്ടെത്തിയപ്പോൾ പുഞ്ചിരിക്കുകയാ. മഹാനവറുകൾ സങ്കോചമെന്ന് അങ്ങോട്ട് ചെന്നുകൊണ്ട് അതിന്റെ ഇല പറിക്കുന്നു, കഴിക്കുന്നു. വയറുവേദന കൂടുകയാ. മഹാനായ മൂസാ നബി ഉദരത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കമിഴ്ന്നു കിടക്കുകയാ, പിന്നെ മലർന്നു കിടക്കുകയാ. ശരീരത്തിന്റെ ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് 2 കൈകളും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് പൊട്ടിക്കരയുകയാ. ആരാണ് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നതെന്ന് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ 1,24,000 വരുന്ന അംബിയാ ശ്രേഷ്ഠരിലെ ഏറ്റവും ചങ്കൂറ്റമുള്ള പ്രവാചകനാ. റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മഹാനായ മൂസാ നബിയുടെ മുന്നിലേക്ക് ഇസ്രായീൽ വരുമ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട്, നീ വന്നതെന്നെ സന്ദർശിക്കാനോ റൂഹ് പിടിക്കാനോ? ഒരു മുഖമുറയുമില്ലാതെ റൂഹ് പിടിക്കാനെന്ന് ഇസ്രായീൽ പറയുന്ന നേരത്ത് തന്റെ വലത് കൈയിന്റെ വിശാലമായ പള്ള വെച്ചുകൊണ്ട് മഹാനായ മൂസാ നബി ഇസ്രായീലിന്റെ കണ്ണിന് നോക്കി ഒരൊറ്റ പിട കൊടുത്തു എന്ന് ഖാല റസൂലുള്ളാഹി. ഇസ്രായീലിന്റെ കണ്ണ് തെറിച്ചു പോയത്രേ. തെറിച്ചുപോയ കണ്ണുമായി അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇസ്രായീൽ സങ്കടം പറഞ്ഞു, ഭൂമിയിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോരാൻ ഇഷ്ടമില്ലാത്തവന്റെ മുന്നിലേക്ക് റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞയക്കണോ അല്ലാഹ്? അല്ലാഹു ഇസ്രായീലിനെ സമാധാനിപ്പിച്ചു. ഇസ്രായീലിന്റെ കണ്ണ് അല്ലാഹു തിരിച്ചു കൊടുത്തു. എന്നിട്ട് മൂസാ നബിയോട് അനുവാദം ചോദിക്കാൻ പറഞ്ഞയച്ചു. ഒരു രോമാവൃതമായ ഒരു മൂരിയുടെ കാളയുടെ പൂഞ്ഞിയുടെ മുകളിൽ കൈത്തണ്ട് അങ്ങ് കമിഴ്ത്തി വെച്ചാൽ
ആ കൈപ്പള്ളയുടെ അകത്ത് വരുന്ന രോമത്തിന്റെ എണ്ണത്തെ ഇസ്രായേൽ മൂസ നബിയോട് വർഷമായി കൂട്ടിയിട്ടങ്ങ് ജീവിക്കാൻ അനുവാദം തന്നതായി അറിയിച്ചോ. ഇസ്രായേൽ അത് പറയാൻ വേണ്ടി വരുമ്പോൾ തൂർസീന പർവ്വതത്തിനോട് സമീപമുള്ള ഒരു മലഞ്ചെരിവിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹീതമായ ഖബർസ്ഥാനിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങിയ മൂസാ നബി മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നു. പുണ്യ നബി പറഞ്ഞല്ലോ സ്വഹീഹുൽ ബുഖാരി, വിനോദ രൂപേണ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എവിടേക്ക് വീഴുന്നുവോ, പണ്ടൊക്കെ നമ്മൾ സേപ്പി കളിച്ചിരുന്നു, രാശി കളിച്ചിരുന്നു, അതുപോലെ തന്നെ ഗോലി കളിച്ചിരുന്നു. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ വീഴുന്ന രൂപത്തിലുള്ള ഒരു വിനോദത്തിന്റെ എറിഞ്ഞാൽ ഇവിടെ വീഴുമോ? അങ്ങനെ വീഴാവുന്ന അകലം മാത്രമാ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും മൂസ നബിയുടെ ഖബറിലേക്കുള്ള ദൂരം. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി നബിയുനാ റസൂലുള്ളാഹി. മിഅ്റാജിന്റെ അനുഗ്രഹീതമായ യാത്ര പോവാൻ വേണ്ടി പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ അനുഗ്രഹ വിഭൂഷിതമായ പള്ളിപ്പറമ്പിലൂടെ ഞാൻ നടന്നു പോകുമ്പോ മഹാനായ മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഖാല റസൂലുള്ളാഹി, അത്രയടുത്ത് ഖബറ, അവിടെ അങ്ങനെ ഒരുങ്ങി നിൽക്ക, മരണം പ്രാപിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്ക. എന്റെ പ്രിയമുള്ളവരെ, സാന്ദർഭികമായി പറയാം, ഒരു നബി മരിച്ചു വീഴുന്നത് എവിടെയോ അവിടെയാവണം ആ നബിയുടെ ഖബർ എന്നത് നുബുവ്വത്തിന്റെ യോഗ്യതയിലും നിബന്ധനയിലും പറയപ്പെട്ട പോലെയാ. അള്ളാന്റെ ഹബീബിന് മരിച്ചു വീഴാനും ഖബറടക്കാനും തൊട്ടടുത്ത് സ്വർഗമുണ്ടായിരുന്നു. ആയിഷാ ബീവിയുടെ തൊട്ടുപുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കർട്ടനങ്ങ് മാറ്റിയാൽ ഈ ഭൂമിയിലെ സ്വർഗം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്നും നേരെ ലയിക്കുന്ന മസ്ജിദുൻ നബവിയുടെ അകത്ത് അനുഗ്രഹീതമായ വെള്ള മുസല്ല വിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകം തിരിച്ചു നിർത്തിയിട്ടുള്ള ആ ഭാഗം, അവിടെ കിടന്ന് മരിക്കാമായിരുന്നു, അവിടെ ഖബർ ഒരുക്കാമായിരുന്നു. ആയിഷാ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് വഫാത്തായി അവിടെ തന്നെ ഖബർ വന്ന സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു നബി മരണപ്പെട്ടാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം മറ്റു പലയിടങ്ങളിൽ ഖബർ വന്നിട്ടുണ്ട് എന്നല്ലാതെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം നടന്നത് ഈജിപ്തിൽ നൈൽ നദിയുടെ അപ്പുറത്തുള്ള നാട്ടിൽ വെച്ച്. എന്നാൽ ആ ഖബർ ഒരുങ്ങിയതോ നൈൽ നദിയുടെ നടുവില. ഈജിപ്തുകാരും അപ്പുറത്തെ നാട്ടുകാരും തർക്കമായി. ഈജിപ്തിൽ സമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ അവർ അപ്പുറത്തെ നാട്ടുകാർ ദാരിദ്ര്യത്തിൽ യൂസുഫ് നബിയുടെ ബറക്കത്ത് കൊണ്ടൊന്ന് മറികടക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വിരുന്നിന് കൊണ്ടുപോയതാ. അവിടെ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടെ ഖബർ വേണമെന്ന നാട്ടുകാര്, എന്നാൽ ഇവിടെ ഖബർ വേണമെന്ന് ഈജിപ്തുകാര്. തർക്കം വന്നു അവസാനം തീരുമാനിച്ചുണ്ടെങ്കിൽ രണ്ടായി തിരിയുന്നതിന്റെ കൃത്യം സെന്ററിൽ ഖബർ വരട്ടെ. എന്റെ വക പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആന്റെ വ്യാഖ്യാനം ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാ. രണ്ടിടത്ത് പറയുന്നുണ്ട്. എന്നിട്ടോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ അവിടെ ഖബർ ഉണ്ടാക്കി അവിടെ മഹാനവറുകളെ മറവ് ചെയ്തിട്ട് അതിലൂടെ നെയ്യിലിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഒഴുകി രണ്ട് നാട്ടിലേക്കും യൂസുഫ് നബിയുടെ ഖബറിൽ സ്പർശിതമായ നെയ്ലിന്റെ ഓളങ്ങൾ എത്തുമ്പോൾ യൂസുഫ് നബിയുടെ ബറക്കത്ത് സമൂഹം പ്രതീക്ഷിച്ചിരുന്നു. 400 കൊല്ലം കഴിഞ്ഞ് പിന്നെ വന്ന നബിയാണ് മഹാനായ സയ്യിദുനാ മൂസാ. ഒന്നുകൂടി സയ്യിദുനാ മൂസാ. അള്ളാഹു തീരുമാനം അറിയിച്ചു, ഖബർ അവിടെ നിന്ന് മാറ്റണം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ കൊണ്ടുപോകണം മൂസ നബിയെ. 400 കൊല്ലം മുമ്പ് മറവ് ചെയ്ത ഖബർ എവിടെയെന്ന് അറിയാൻ കഴിയുന്നില്ല. അന്വേഷിച്ചു. അപ്പോഴുണ്ട് ഒരു ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, വലിയ പ്രായമുള്ള തള്ളയാ. അവര് ഈ ഖബറിനെ കുറിച്ച് വിവരമുള്ളവരാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആളെ പറഞ്ഞയച്ചു വിവരം അറിയാൻ വേണ്ടിട്ട്. അവർ പറഞ്ഞു, പറയൂല, മൂസ നബി വരണം ഇവിടെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം നേരെ ചെന്നു. ആ ഉമ്മാന്റെ അടുത്ത് ചോദിച്ചു, എവിടെയാ ഖബർ? യൂസുഫ് നബിയുടെ ഖബർ എവിടെയാ? കാരണം എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് فاطر السماوات والأرض أوتبني في الدنيا والآخرة توفني مسلما وألحقني بالصالحين. മുസ്ലിമായി മരിപ്പിച്ച സ്വാലിഹീങ്ങളുടെ കൂടെ ഖബർ വേണമെന്ന് ദുആ ചെയ്ത ആളാ സയ്യിദുനാ യൂസുഫ് നബി. സയ്യിദുനാ യൂസുഫ് നബി
ആ സ്വാലിഹീങ്ങൾ പ്രിയപ്പെട്ട പിതാക്കളാണ്. ഇസ്ഹാഖ് നബിയുടെ ഖബറാണ്. മഹാനായ ഖലീലുല്ലാഹി നബിയുടെ ഖബർ, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറാണ്. യഅഖൂബ് നബിയുടെ ഖബറാണ്. ഖബറിലേക്ക് എന്റെ ഖബറും പോകണം, അവിടെ എനിക്ക് ഖബർ വേണമെന്ന് ജീവിച്ചിരുന്നപ്പോൾ നിരന്തരം ദുആയിരുന്നു. പക്ഷെ മരണം സംഭവിച്ചോടത്ത് ഖബർ ഒരുങ്ങണമല്ലോ. നെയിലിന്റെ സെന്ററിൽ നെയില് രണ്ടായി തിരിയുന്നോടത്ത് ഖബറുണ്ടെന്ന് ഉമ്മ പറയണമെങ്കിൽ ആ ഉമ്മ മൂസ നബിയോട് പറയാ, സ്വർഗ്ഗം എനിക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ, സ്വർഗ്ഗം തരാമെന്ന് എനിക്ക് ഉറപ്പ് പറഞ്ഞാൽ ഖബർ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. മഹാനായ മൂസാ നബി സ്വർഗ്ഗം കൊടുക്കാൻ ദുആയിരുന്നു. ഉമ്മ ഖബർ എവിടെയെന്ന് പറഞ്ഞു. ആ ഖബർ പൊളിച്ചു. 400 കൊല്ലം കഴിഞ്ഞ് മഹാനായ യൂസുഫ് നബിയുടെ ഖബർ മാന്തി മഹാനവറുകളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ശരീരത്തെ കൊണ്ടുപോയി ബാറകനാ ഹൗലാ ബിഖുബൂരിൽ അംബിയാ. അംബിയാക്കളുടെ ഖബറിടമുള്ളതിന്റെ പേരിലാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടുമുള്ള പള്ളിപ്പറമ്പിന് ബറക്കത്തുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഫഖ്റുദ്ദീൻ റാസി തഫ്സീറിൽ രേഖപ്പെടുത്താ. ആ ബാറക്നാ ഹൗല ഒരു പള്ളി പറഞ്ഞിട്ട് പള്ളിപ്പറമ്പിനെ പറഞ്ഞിരിക്കാം. സുബ്ഹാനല്ലദി അസ്വാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒന്നാം സ്ഥാനത്തുള്ള പള്ളിയായ മസ്ജിദുൽ ഹറമിൽ നിന്നും 3-ാം സ്ഥാനത്തുള്ള പള്ളിയിലേക്കായി ഇസ്രാ നടത്തിയത്. അതെന്തോന്ന് വിരോധാഭാസമാണ്, എത്ര വൈപരീത്യമാണ്. പക്ഷെ കാരണം ഖുർആൻ പറഞ്ഞു ബാറക്നാ ഹൗല, 3-ാം സ്ഥാനത്തെ പള്ളിയുടെ പറമ്പിന് ബർക്കത്തുണ്ട്. ഖുബൂരിൽ അംബിയ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി മഹാന്മാരുടെ മഖ്ബറകൾ അവിടെ ഉണ്ട്. കേരളത്തിലെ മുജാഹിദ് സുഹൃത്തുക്കളൊന്നും ഈ ആയത്ത് കാണുമ്പോ എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. ഖുബൂരിൽ അംബിയ, അംബിയാക്കളുടെ ഖബർ. അവിടെ ഒരു ഖബർ ഞാനും ആഗ്രഹിച്ചു. എന്റെ മരണം ഇസ്രായേലിലെ, നീ എന്നെ റൂഹ് പിടിക്കുമ്പോ ആ മലഞ്ചരിവിലാണെങ്കിൽ ഈ ഖബർസ്ഥാനിൽ ഞാൻ എത്തിയിട്ടില്ലല്ലോ, എന്റെ ഖബർ അവിടെ പാടില്ല. പിൽക്കാലത്ത് ഇതിലൂടെ മനോഹരമായ ഒരു കാൽച്ചിലമ്പുകൾ ചുവട് വെക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സന്ദർഭം വരാനുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാക്കിൽ നിന്നും ഇറങ്ങി ഇസ്രായേൽ പ്രവേശിച്ച് മിഅ്റാജിന് പോവാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നു വരുന്ന വഴി തന്നെ എനിക്ക് ഖബർ വേണം. ഒരു ഉഖ്റവിയായ മുതഅല്ലിമിന്റെ കാൽപാദം പറിച്ചു വെക്കുന്നോടത്ത് ഖബറുണ്ടെങ്കിൽ ആ ഖബറിൽ അല്ലാഹു 40 ദിവസം വരെ ശിക്ഷകളെ മാറ്റി വെക്കുമെന്ന് തസവുഫിന്റെ ഉലമാ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹബീബായ നബി തങ്ങൾ നടന്നു പോകുന്ന ഒരു ഖബറിന്റെ സമീപമാണെങ്കിൽ ആ ഖബറിൽ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് എത്രമാത്രം ശിക്ഷകൾ ഒഴിവായി കിട്ടാം. അതുകൊണ്ടാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ തന്നെ ഖബർ ആഗ്രഹിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഇസ്രായേൽ ആ ഖബർ ഇന്ന് കാണുന്നത് അവിടെ വെച്ച് അത്രയും ചങ്കൂറ്റമുള്ള മൂസ നബി അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം വയറുവേദന വന്നിട്ട് 2-ാം വട്ടം മഹാനവറുകള് വയറുവേദനക്ക് ആദ്യം കഴിച്ച ആ ചെടി തന്നെ കഴിച്ചു. വീണ്ടും വയറുവേദന കൂടിയപ്പോൾ അള്ളാഹുവിനോട് ദുആരക്ക, പടച്ചോനെ ഞാൻ തകർന്നു, ഈ വയറുവേദനയുടെ മരുന്നായി നീ മുമ്പ് നിശ്ചയിച്ചിരുന്ന ആ ചെടി തന്നെ കഴിച്ചപ്പോൾ എനിക്ക് വയറുവേദന അന്നുണ്ടായതിനേക്കാളും ഇരട്ടിയായി ഇന്ന് ഈ ചെടി കഴിച്ചപ്പോൾ എനിക്ക് അനുഭവിക്കാൻ നീ എന്താണ് ഇതിന് കാരണമാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിയോട് പറയാണ്, നബിയേ لأنك في المرة الأولى ذهبت مني إلى الكلأ فحصل فيه الشفاء. ആദ്യം വയറുവേദന വന്നപ്പോ എന്നെ വിളിച്ച് ചോദിച്ചിട്ടാ പോയത്. അല്ലാ എന്ന വിചാരം വന്ന് ഉള്ളിലുണ്ട്. അതിന്റെ പേരിൽ അങ്ങോട്ട് പോകുമ്പോ ആ ചെടിക്ക് ഞാൻ നിർദ്ദേശം കൊടുത്തു. നിലവിൽ ചെടിക്ക് ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടി വയറുവേദന ഉണ്ടാക്കലായിരുന്നു. അങ്ങ് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു പോകുമ്പോൾ ചെടിയോട് ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ഡ്യൂട്ടിയുടെ വിപരീതം നീ ചെയ്യണേ. നിന്റെ ജോലി വയറുവേദന ഉണ്ടാക്കലാണ് എങ്കിൽ എന്നെ വിളിച്ചിട്ടാ എന്റെ കലീമ് വരുന്നത്. നിന്റെ ജോലി മാറ്റിക്കോ, നീ വയറുവേദനയുടെ മരുന്നാകണേ എന്ന് പറഞ്ഞേൽപ്പിച്ചു. അതുകൊണ്ട് ചെടി അതിന്റെ മരുന്നായി മാറിയതാ. വഫിൽ മർറത്തി ഥാനിയ ദഹബത മിൻകാ. 2-ാം വട്ടം എന്നെ ഓർക്കാനോ വിളിക്കാനോ തയ്യാറായില്ലല്ലോ. അങ്ങ് പോയത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. ആ സമയത്ത് ആ ചെടി അതിന്റെ ഡ്യൂട്ടി ചെയ്തതാ. മൂസാ
നബിയെ സാക്ഷിയാക്കി എല്ലാവരോടും പറയട്ടെ, അമാ അലിംത അന്ന ദുനിയാ കുല്ലഹാ സമ്മ, ഈ ഭൂമി മുഴുവനും മാരകമാ, ഈ ഭൂമി മുഴുവനും വിഷമാ, ഈ ഭൂമി മുഴുവൻ മരിക്കാൻ കാരണമാകുന്ന അപകടമാ, ഈ ഭൂമി മുഴുവൻ മനുഷ്യന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നതായ പ്രതികൂലമായ സാഹചര്യമാ. അല്ലാഹു പറയാണ് മൂസ നബിയോട്, അല്ലാഹു പറയുന്നു മൂസ നബിയോട്, ഭൂമി മുഴുവൻ മാരകമാണ്, പ്രയാസമാണ്. മാരകം മനുഷ്യനെ ബാധിക്കാതിരിക്കാനുള്ളതിന്റെ വിഷമിറക്കുന്ന പണിയുണ്ടല്ലോ. അല്ലാഹു എന്ന ഓർമ്മ ഉള്ളിലുണ്ടോ? പല മാരകമായ പ്രയാസങ്ങളും മാറ്റാൻ പറ്റുമെന്ന് മൂസ നബിയോട് അന്ന് അല്ലാഹു പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വേണം മുസ്ലിമേ, ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വേണം. നമുക്ക് ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ നിസ്കാരമാ. എവിടെയാ നമുക്ക് നിസ്കാരമുള്ളത്? നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കല്ലേ. നിസ്കരിക്കാൻ പറഞ്ഞതെപ്പോഴാ? വാങ്ക് വിളിച്ചാൽ അതിന്റെ ആദ്യ വഖത്ത് തന്നെയാ. അഖാമ യുഖീമു എന്ന പ്രയോഗമാ. തൂണിടുക എന്ന അതിനർത്ഥം, തൂണ് സ്ഥാപിക്ക, ഖവാഇബ് തൂണ് എന്ന അതിന് പറയാ. ഈ കാണുന്ന മനോഹരമായ പള്ളിയുടെ തൂണുകൾ അതിന്റെ കൃത്യമായ അതേ സ്ഥാനത്ത് തന്നെ ആ എഞ്ചിനീയർ നിശ്ചയിച്ച് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ബിൽഡിംഗ് ഇങ്ങനെ നിലനിൽക്കൽ അതിന്റെ നിലനിൽപ്പിന് ചോദ്യമാ. തൂണിടുന്ന പോലെ തന്നെ വേണേ നിസ്കാരം എന്നത് ദീനിന്റെ തൂണാ. നബിയുനാ റസൂലുള്ളാഹി ഉഴപ്പ് മുഴുവൻ നിസ്കാരത്തിലാ. സഹോദരിമാരെ, ജംഉൻ കസറും കസറുമുണ്ട്. എന്നാൽ ലുഹറിനെ കൊണ്ടുവന്ന് അസറിലേക്ക് ജാമാക്കുന്ന പരിപാടിയുണ്ട്. എന്തിനാണ് കഷ്ടപ്പെടുന്നത്? മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ആ ലുഹറിന്റെ നേരത്തെ എത്ര സൗകര്യങ്ങളാ. ഓരോ ബെഡ്റൂമിലും നമുക്ക് ബാത്റൂമില്ലേ. അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പെണ്ണിന് അവളുടെ വീട്ടുവസ്ത്രം 6 മാസത്തിലൊരിക്കൽ അവളുടെ അവകാശമാ. ഇസ്ലാമിക കർമ്മശാസ്ത്രം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിനക്കൊരു മാക്സി വേണോ, ചുരിദാർ വേണോ, 6 മാസത്തിലൊരിക്കൽ നിന്റെ അവകാശമായി എന്തിനാ അത് വെച്ചിരിക്കുന്നത്? ഈ അവകാശം സമയബന്ധിതമായ നിസ്കാരത്തിന് വേണ്ടിയാ. സമയബോധം നഷ്ടപ്പെട്ടോടത്ത് നമുക്ക് തിരിച്ചെടുക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ ഘടികാരബോധമാ നിസ്കാരം. കേട്ടോളൂ, അവ്വലുമാ തസ്വദ്ദുൽ വുജൂഹു യൗമൽ ഖിയാമ വുജൂഹു താരിഖിസ് സ്വലാ. ഖിയാമത്ത് നാളിൽ കോടാനു കോടി സൃഷ്ടികളുടെ മുന്നിൽ മുഖം കറുത്ത വിരൂപമുള്ള കുറെ ആളുകളെ കാണാൻ കഴിയും. മുഖം കറുത്തവനാണോ? എന്നാൽ അവൻ ആരാണെന്നറിയും. അവൻ നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാതെ നിസ്കരിച്ചില്ല എന്നല്ല, നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാത്തവനാ. അങ്ങനെയുള്ളവന്റെ മുഖം കറുത്തു പോകുമെന്ന് ഔഖമാ ഖാല റസൂലുള്ളാഹി. ഇമാം ഗസാലി അവിടുത്തെ മുകാസഫയിൽ രേഖപ്പെടുത്തുകയാ. നരകത്തിൽ ഒരു താഴ്വാരമുണ്ടത്രേ. ആ താഴ്വാരത്തിന്റെ പേര് ലംലം എന്നാണ്. ആ താഴ്വാരത്തിൽ നിറയെ പാമ്പുകളാ, തീ വിഴുങ്ങുന്ന പാമ്പുകളാ, തീ പോലെ പൊള്ളുന്ന ചൂടുള്ള ശരീരമുള്ള പാമ്പുകളാ, തേളുകളാ. ആ പാമ്പിന്റെ ഒരൊറ്റ കടി കൊണ്ട് വിഷം ശരീരത്തിൽ തിളക്കുന്നത് 70 കൊല്ലമാ. ഖാല റസൂലുള്ളാഹി. ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ദൃഢമായ ശരീരഭാഷയുള്ള പാമ്പുകൾ ആരെ കാത്തിരിക്കാണെന്നറിയുമോ? ഭൂമിയിൽ നിസ്കാരത്തിൽ അലംഭാവം കാണിച്ച ആളുകളെയാ. കേട്ടോ, ഒരു സംഭവം ഇമാം ഗസാലി പറയാ. സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചപ്പോ പെങ്ങളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്തു. ഖബറിലേക്ക് പിടിമണ്ണ് വാരിയിടുന്ന നേരത്തെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു പണക്കിഴി താഴേക്ക് വീഴുകയാ. എന്തോ വിലപിടിപ്പുള്ള വസ്തു താഴേക്ക് വീഴാം. ദുഃഖഭാരത്താൽ മണ്ണിട്ട് മൂടി ഖബറെല്ലാം ശരിയായി. സന്ധ്യയോടടുത്ത സമയത്തേക്ക് അദ്ദേഹം ക്ഷീണിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന അപ്പോഴുണ്ട് വിലപിടിപ്പുള്ള വസ്തു കാണാതെ പോയതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഓർമ്മയിൽ വന്നു പ്രിയപ്പെട്ട പെങ്ങളെ മറവ് ചെയ്യുമ്പോ ഖബറിന്റെ അകത്തേക്ക് കുമ്പിട്ട് നിന്നപ്പോ പോക്കറ്റിൽ നിന്നും ചാടിപ്പോയതാ.
ഇസ്ലാമിക കർമ്മശാസ്ത്രം വിലപിടിപ്പുള്ളത് ഖബറിൽ വീണാൽ ഖബർ മാന്താം എന്ന് പറയുന്ന ഒരു മസലയുണ്ട്. മഹാനായ സൂഫിയുണ്ടല്ലോ, രാത്രിയിൽ ആളൊഴിയുന്ന നേരത്തെ ഖബർ മാന്തിയിട്ട് ആ വിലപിടിപ്പുള്ള പണക്കിഴി എടുക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. ആ സമയം അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ഖബർസ്ഥാനിൽ ആരുമില്ലെന്ന് കണ്ടപ്പോൾ കൈകോട്ട് കൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബറങ്ങ് മാന്തുകയാ. സുബ്ഹാനല്ലാഹ്. ഖബറിന്റെ അടിത്തട്ടിലേക്ക് തന്റെ കൈക്കോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളം തിളച്ച് മറിയുന്ന പോലെയുള്ള ശബ്ദം കേൾക്കാം, ഗർജനങ്ങൾ കേൾക്കാം, പൊട്ടിക്കരയൽ കേൾക്കാം. അവസാനം അദ്ദേഹം അതിന്റെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഖബറിന്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അല്ലാ തീനാളം ജ്വലിച്ചിങ്ങനെ പ്രകാശിച്ചു വല്ലാത്ത ചൂട് വമിക്കുമ്പോ ഖബർ വേഗം മൂടിയിട്ട് അദ്ദേഹം പേടിച്ചരണ്ട് വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. ഉമ്മായെ വിളിക്കുന്നു. ഉമ്മാനെ വിളിച്ചുകൊണ്ട് പറയുന്നു, കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ദുഃഖഭാരത്താൽ പ്രിയപ്പെട്ട ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കാഫബക്കത്ത് ഉമ്മായും കരച്ചില് തുടങ്ങി. എന്താ മോനെ? യാ ഉമ്മ അഖ്ബിരീനി അൻ ഉഖ്തി, നമ്മുടെ പൊന്നുമോളെ കുറിച്ച് പറഞ്ഞു തരുമോ ഉമ്മ? ഞാൻ വീട്ടിലില്ല ഉണ്ടാവലല്ലോ, ജോലിയുടെ ആവശ്യാർത്ഥം പുറത്തേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ വീട്ടിൽ ഉമ്മാന്റെ അടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബർ ഞാൻ തുറന്നു നോക്കിയപ്പോൾ തീയാണ് ഞാൻ കണ്ടത്. നമ്മുടെ പൊന്നുമോൾ ഇവിടെ എങ്ങനെ ആയിരുന്നു ഉമ്മ? ഒന്ന് പറയുമോ ഉമ്മ? ഉമ്മാട്ട് ചോദിക്കുമ്പോൾ പെങ്ങളുടെ ജോലി എന്തായിരുന്നു? ഉമ്മ പറയാണ്, കരഞ്ഞിട്ട് പറയാ, മോനെ നിസ്കാരത്തിന്റെ സമയം തെറ്റി നിസ്കരിക്കുന്ന ഒരു സ്വഭാവമല്ലാതെ മറ്റൊരു ദുശീലവും നിന്റെ പെങ്ങൾക്കില്ല. നല്ല മോള, ഒറ്റ സ്വഭാവമേ ഉള്ളൂ, സമയം തെറ്റി നിസ്കരിക്കാം. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇമാം ഗസാലി പറയുന്നുണ്ട്, സമയം തെറ്റി നിസ്കരിക്കണവന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാത്തവന്റെ കാര്യം പറയണില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം പോകുന്നത് ഈ സമയബോധമാണ്. ഈ സമയബോധമാ നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാ നമുക്ക് ഒരു ഉണർന്ന മനസ്സുള്ളത്? എവിടെയാ? ഒന്ന് കരയാൻ. അടുത്ത ദിവസം ഒരാളിനോട് പറഞ്ഞു, ഉസ്താദേ തവാഫ് ചെയ്യുമ്പോ എന്റെ പോക്കറ്റ് അടിച്ചു. കേക്കണ്ടോ? തവാഫ് ചെയ്യുമ്പോ പോക്കറ്റ് അടിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ മൂപ്പരുണ്ട്. ആര്? തവാഫ് ബാത്തിലാക്കാൻ ഒരാൾ അങ്ങോട്ടും വിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ മാത്രമല്ല. എന്തുകൊണ്ടത്? നമ്മുടെ ഉള്ളിൽ അള്ളയില്ല. അള്ള ഉണ്ടാവാൻ, നമ്മുടെ ഉള്ളിൽ അള്ള ഉണ്ടാവാനുള്ള ഒരു ഒറ്റപ്പണിയുണ്ട്, ഒറ്റമൂലി എന്ന് പറയും. അത് ഖുർആൻ പറയണം. വേറൊന്നും കൂടി ഉണ്ട്, വിഷമമല്ലേ അതും ആവാവുന്നതാണ്. സ്വന്തം മരണത്തെ കുറിച്ചുള്ള ഓർമ്മ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖുലൂബ തസ്ദഉ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഈ ഹദീസ് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളൊക്കെ തുരുമ്പെടുക്കുന്നുണ്ട്. കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്സാബഹുൽ മാ. ഇരുമ്പിൽ ഈർപ്പമെത്തിയാൽ അത് തുരുമ്പെടുക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ തുരുമ്പ് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാലു, സഹാബികൾ പലരും ചോദിച്ചു, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ഇരുമ്പിൽ തുരുമ്പെടുത്താൽ കൊല്ലന്റെ ആലയിലെ ഉലയിൽ ഇരുമ്പ് കാഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയും. പക്ഷെ മനുഷ്യന്റെ മനീമസമായ തുരുമ്പ് പിടിച്ച മനസ്സിനെ എങ്ങനെ കാഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്, രണ്ട് പരിഹാരങ്ങളാ പറഞ്ഞത്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ശ്രദ്ധിക്കണേ, തിലാവത്ത് എന്ന പ്രയോഗം തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. തിലാവത്ത് എന്നത് തനിച്ചിരുന്ന സ്വന്തത്തെ ബോധ്യപ്പെടുത്തുന്ന ഖുർആൻ പാരായണം. അത് ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുള്ള മാസമാണ് ശഅബാൻ. സഹാബികളെ കുറിച്ച് പറയുന്നത് ഇമാം ശൈഖ് മുഹയ്യിദ്ദീൻ തങ്ങൾ അവിടുത്തെ ഉനിയിൽ ഫളായിലുൽ ഔഖാത്തിൽ മഹാനായ ഇമാം ബൈഹഖിയെ പോലെയുള്ളവർ, മഹാനായ ഇമാം ഗസാലിയെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, സ്വഹാബികൾ അവരുടെ മുഖം മുസ്ഹഫിലേക്ക് കമഴ്ത്തി വെച്ചിരുന്ന മാസം അത് ശഅബാൻ.
സ്വന്തമായുള്ള ഖുർആൻ പാരായണത്തിന് തിലാവത്ത് എന്ന പ്രയോഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിശീലിച്ച് കാണിച്ചു തന്നതാ. അല്ലെങ്കിൽ ഇഖ്റ എന്നല്ല പറയാ, ജിബ്രീൽ കേൾക്കാനുണ്ട്, അവിടെ ഉത്ലു എന്നല്ല പറഞ്ഞത്, ഇഖ്റ മറ്റൊരാൾ കേൾക്കുന്നിടത്ത് ഖിറാഅത്ത, അല്ലാത്തപ്പോൾ തിലാവത്ത്. ഹൃദയത്തിന്റെ കറ കളഞ്ഞുകൊണ്ട് അല്ലാ എന്ന വിചാരം കേറ്റാൻ രണ്ട് മരുന്നിൽ ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ, തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം. രണ്ടാമത്തേത് കസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണം. നമ്മുടെ വീടിന്റെ മുന്നിലും ഒരു നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നു, വാടക കസേര നിരത്തുന്നു, ക്ഷണിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്നു. മൊത്തത്തിൽ ഒരു മൗനം, ആർക്കും ഒരു തമാശയില്ല, ചിരിയില്ല, വിനോദമില്ല. എല്ലാവരും ദുആയിലാണ്, ആമീനിലാണ്. വാവിട്ട് കരയുന്നവരുണ്ടാകാം, അലറി വിളിക്കുന്നവരുണ്ടാകാം. കൊച്ചുമക്കളെ കാണുമ്പോൾ അതുവരെ തോന്നാത്ത വാത്സല്യത്തിൽ അവരുടെ തലമുടിയിലൂടെ ഇങ്ങനെ തലോടിയിട്ട് സാന്ത്വനപ്പെടുത്തുന്നവരുണ്ടാവാം. നിഷ്കളങ്ക നിർമ്മലമായ കൊച്ചു മനസ്സങ്ങൾ നമ്മുടെ നേരെ ചിരിച്ചു കാണുന്നുണ്ടാവാം. ഒരുപാട് പ്രായമൊന്നുമില്ല, പക്ഷെ അറ്റാക്കായിരുന്നു എന്ന് പറയാ. 43 വയസ്സുള്ള തൃശൂർ ജില്ലയിലെ മതിലകത്തിനടുത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു പുതിയ വീട് വെച്ചു. ഈ അടുത്ത ദിവസം അതിലേക്ക് താമസം മാറിയിട്ട് 43-കാരൻ ക്യാൻസർ എന്ന ഒരു മഹാമാരിയുടെ മാരകദ്രംഷ്ടകങ്ങൾ ആ ജീവിതത്തെ കാർന്നു തിന്നപ്പോൾ ഒരു കൊച്ചുമോളെ ബാക്കി വെച്ചിട്ട് പോയപ്പോ പ്രിയപ്പെട്ട ഉപ്പാന്ന് വിളിച്ച് കൊതി തീരുന്നതിന് മുന്നേ ആ പൊന്നുമോള് യതീമായി പോയപ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ ആഴ്ചയിലെ ഇക്കഴിഞ്ഞ ആഴ്ചയിലെ മഹാനായ ശൈഖ് വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആണ്ട് നേർച്ചയുടെ ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിക്കടുത്തൊരു സ്ഥലത്ത് എന്റെ അടുത്ത് ദറസിലോതി ഒരു പൊന്നുമോന്റെ വീട് പാർക്കലിന് വേണ്ടി ചെല്ലുമ്പോ ആ മോനോട് പറയാ, ഉസ്താദെ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇക്കഴിഞ്ഞ മാസം വിവാഹിതനായിരുന്നു, പക്ഷെ അറ്റാക്ക് വന്ന് മരിച്ചു ഉസ്താദെ, 27 വയസ്സ് പ്രായമായിരിക്കാം. ഈ രീതിയിലേക്ക് മരണത്തിന്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ ഒരു പ്രതിസന്ധിയായി നിരാശയുടെ പർവ്വതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടോ സഹോദര നമ്മൾ മുന്നോട്ട് പോകുന്നത്? എപ്പോ വേണമെങ്കിലും പ്രാപിക്കുമെന്ന് ഉറപ്പുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ. അതേക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നമ്മുടെ മനസ്സിനെ കഴുകാൻ കഴിയുമെന്ന് ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ലാത്ത മക്കയുടെ വരദാനമേ, മദീനയുടെ മന്ദമാരുതനേ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനേ മുജ്തബാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം നന്നാക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ഖുർആൻ പാരായണമെന്ന ബാഹ്യമായ പ്രവർത്തനം കൊണ്ടും സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്ന ആന്തരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നന്നാവാൻ നിന്നാൽ ഇങ്ങനെ അങ്ങോട്ട് കൈ കെട്ടി ഇത് പറയുമ്പോൾ കണ്ണ് നനയണം. നനയട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചല്ലോ, തങ്ങളെ മുന്നിൽ സ്വർഗം കാണിച്ചു തരാം, അങ്ങയുടെ മുന്നിൽ മറ്റൊരിടത്ത് ഇടങ്ങിയ സ്ഥലത്ത് ഒരു മുസല്ല വിരിച്ചു തരാം, അങ്ങ് ഏത് തെരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ സ്വർഗമെനിക്ക് വേണ്ട, സ്വർഗമെനിക്ക് വേണ്ട, സ്വർഗമെനിക്ക് വേണ്ട, ഞാൻ തെരഞ്ഞെടുക്കുന്നത് അഹ്മദ് സമർഖന്ദി അദ്ദേഹത്തിന്റെ തംബീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുക്കുന്നത് ആ ഇടുങ്ങിയ സ്ഥലത്ത് വിരിച്ചിട്ടിരിക്കുന്ന മുസല്ലയാ, ഞാൻ അവിടെ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് സുന്നത്താണ്. എന്തുകൊണ്ട്? സ്വർഗം എന്റെ ഇഷ്ടമാണ്, നിസ്കാരം അല്ലാഹുവിന്റെ ഇഷ്ടമാ. നിസ്കരിച്ചാൽ അങ്ങ് ലഹരി കയറും സഹോദര, ഹൃദയത്തിന്റെ അകത്തേക്ക് ലഹരി കയറും. 2 കാര്യം മതി. ഒന്ന് ഖുർആൻ പാരായണമാ, ഒന്ന് ഖുർആൻ പാരായണമാ, ഖുർആൻ പാരായണമാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വമിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആൻ ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في
النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما മുത്തുനബി കിടന്നുറങ്ങുന്നോടത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് പറയുന്ന പ്രയോഗമാക്കും ഖും ഖും എഴുന്നേൽക്ക് നബിയേ എഴുന്നേൽക്ക് നബിയേ എഴുന്നേൽക്ക് നബിയേ എഴുന്നേറ്റ് വന്നിരുന്നല്ലോ. ഹൈസം ഇബ്നു അബീ സിനാനിൽ നിന്നും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, സ്വഹാബത്ത് പുന്നാരപ്പുമാന വർണ്ണിക്കുന്നോടത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് തങ്ങൾ പാടിവെച്ചത് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അബൂ ഹുറൈറ പാടിയല്ലോ. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന പുതപ്പിനെ തട്ടിമാറ്റി ഐഷാ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ നിന്നും കടന്നു വന്ന് ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവരെ കിടന്നിറങ്ങുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോൾ നിസ്കരിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയോട് പറഞ്ഞു, നബി എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കണേ, ഉറക്കച്ചട പ്രയാസമാവല്ലേ, അങ്ങയുടെ ശത്രുവിന്റെ വലിപ്പം പ്രശ്നമല്ല നബിയെ, അങ്ങ് ചെയ്യേണ്ടത് വറത്തിലിൽ ഖുർആൻ തർത്തീല, അങ്ങ് നിസ്കാരത്തിലുള്ള ഊർജ്ജമായി ഖുർആൻ പാരായണത്തെ മനോഹരമാക്കണേ നബിയെ, മനോഹരമാക്കണേ നബിയെ. മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദവീചികൾ എന്റെ ഹൃദയത്തെ മുറിച്ചു. ആ ഹൃദയത്തിന്റെ മുറിവിന്റെ അകത്തേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമെത്തി. ഞാനല്ല പറഞ്ഞത്, ഇമാം മുഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കട്ട് കേൾക്കുന്ന പണിയുണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന് റളിയല്ലാഹു അൻഹു അത്രത്തോളം ഖുർആൻ പാരായണം ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരുന്ന മുത്തുനബിയുണ്ടല്ലോ. ഖുർആൻ പാരായണത്തിലൂടെ നിസ്കാരത്തിന്റെ ലഹരിയിലേക്ക് എത്തിയപ്പോൾ വെള്ളത്തോട് പോലും മലയാള നാടിനെ അനശ്വരമാക്കി ആ വരികൾ പറയേണ്ടി വന്നല്ലോ, പാടേണ്ടി വന്നല്ലോ. അമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടത് വെമ്പലോടെ താതാൻ കുളിപ്പിപ്പതിനായി മുതിർന്നു. തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലായി പതിച്ചു കുമാരിയാൾ തൻ ചുടു കണ്ണുനീർ. സുജൂദിൽ കിടന്ന മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കൂമ്പാരം കയറ്റി വന്ന മൺകൂനയുടെ ഉള്ളിൽ സുജൂദിന്റെ ലഹരിയിൽ, നിസ്കാരത്തിന്റെ ലഹരിയിൽ അല്ലാഹുവിന്റെ ഹബീബ വേദനകൾ മറന്നപ്പോ സുജൂദിൽ നിന്നും ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ചിന്ന ഭിന്ന ശിഥിലമായി തെറിച്ചു വീണ മണൽത്തരികൾ ശരീരത്തെ ഒന്നും ബാധിച്ചതേയില്ല. എന്നാലും ഇടതോർന്നു നിൽക്കുന്ന നീണ്ട തലമുടിയുടെ അകത്ത് ആ മണൽത്തരികൾ പുരണ്ടിരിക്കുന്നത് ദൂരെ നിന്നും ആ ചെറിയ മോള് ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഓടി വന്നു. പിടിച്ചിരുത്തി ചെളി പൊക്കുവാനായി നിറഞ്ഞ കുംഭോടകമോടുകൂടെ ഒരു കുടത്തിൽ ആ ചെറിയ കയ്യിൽ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളമങ്ങ് തുടുമ്പുന്നു, കൈവിറയ്ക്കുന്നു. വലത്തെ കൈയിന്റെ മിനുസമുള്ള തണ്ടുകൾ ഉപ്പാന്റെ തലമുടിക്കകത്തേക്ക് കടക്കുന്നു. എന്നിട്ടൊന്ന് കുടയുന്നു.
പ്രിയപ്പെട്ട പൊന്നുമോള് പിതാവ് സുജൂദിൽ മൺകൂനയുടെ ഉള്ളിൽ കുടിച്ചു മൂടിയത് കണ്ടു നിന്ന മോളാ. ഖുറൈശി തറവാട്ടിലെ മേലാളന്മാരുടെ കിരാതമായ കാഴ്ചയെ അകലെ നിന്ന് കണ്ട് കൈവിരല കടിക്കാനല്ലാതെ പൊന്നുമോൾക്ക് കഴിയൂല മുഅ്മിനേ. പിതാവിന്റെ തലമുടിയുടെ അകത്തേക്ക് വിരല് കടത്തിയിട്ട് അങ്ങ് കുടയാൻ തുടങ്ങി. എന്നിട്ടോ കയ്യിലുള്ള തണുത്ത വെള്ളം കൊണ്ടാൻ നിറുക കഴുകിയെടുക്കുന്നതിന് മുന്നേ നിറഞ്ഞു നിൽക്കുന്ന കൺതടം ചാലിട്ടൊഴുകിയ ചൂട് കണ്ണുനീരുകൊണ്ട് ഉപ്പാന്റെ തല കഴുകിയ പൊന്നുമോളെ ബിബി ഫാത്തിമ നിസ്കാരത്തിന്റെ ലഹരിയിലേക്ക് അള്ളാന്റെ ഹബീബ് പോയത് ഖുർആൻ പാരായണം കൊണ്ടാ. ജീവിതത്തിൽ വേണം ഞാൻ പറഞ്ഞു തരാം. ഓതണ്ട പോലെ ഓതിയാൽ 20 ഹജ്ജ് ചെയ്ത കൂലിയുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞതായി ഇമാം ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസ് ബിറൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയ ഒരു അധ്യായമുണ്ട് അള്ളാന്റെ ഖുർആനിൽ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഹൃദയമെന്നാ പറയുന്നത്. കാണാതെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നു, കണ്ടു ഓതണേ, കണ്ടു ഓതണേ. ആ അധ്യായമാ സൂറത്ത് യാസീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നാം നടക്കുന്ന പരിസരങ്ങളിൽ മുഴുവനും ബറക്കത്ത് നിറഞ്ഞു നിൽക്കുമെന്ന്, പ്രകാശമായി നിലകൊള്ളുമെന്ന് പറഞ്ഞ ഒരു അധ്യായമുണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ. അത് സൂറത്തുൽ കഹ്ഫ. വെള്ളിയാഴ്ച രാവിലെ പാഴാവല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ 1/6 ഭാഗം ഓതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള ഹബീബായ നബി തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള 1000 ആയത്തിന്റെ കൂലി കിട്ടുന്ന ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആ അധ്യായം അൽഹാഖുമുത്ത കാഫിറ. മുഅ്മിനേ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 3 ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതി എന്ന് പറയുന്ന പ്രതിഫലമുള്ള ഒരു അധ്യായമുണ്ട്. അത് ഖുൽ ഹുവല്ലാഹു അഹദ. 2 ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ ഒരു വട്ടം ഓതിയ കൂലിയുണ്ടെന്ന് പറഞ്ഞത് അതാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഓതിക്കൂടെ? പ്രതിഫലങ്ങൾ എത്രയാ, പ്രതിഫലങ്ങൾ എത്രയാ. ഖുർആൻ പാരായണം ജീവിതത്തിൽ വേണം. നമുക്കൊരു മുസ്ലിമിന്റെ രൂപം വേണം. അറ്റ്ലീസ്റ്റ് മുണ്ടെടുക്കുന്ന സഹോദര, മുണ്ടെടുത്തത് അവസാനിക്കുമ്പോൾ ഇടത്തേക്ക് വരാനെന്ന് ശ്രദ്ധിക്കണേ. വഴുത് കഴിയുമ്പോൾ വലത്തേക്ക് കൊടുത്തവരൊന്നും ഇടത്തേക്ക് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കണം. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. കാരണം വീട്ടിൽ ചെല്ലുമ്പോ മുണ്ടുണ്ടായിരുന്നു. എന്തപ്പത് അങ്ങനെയൊക്കെ പറഞ്ഞത്? മുസ്ലിമിന്റെ ശീലമാണ്. മയ്യത്തിന്റെ കഫൻ പുടവ എങ്ങനെ വേണമെന്ന് പറയുന്നോടത്താ നീ മുണ്ടെടുക്കുന്നതിനെ പരിഗണിച്ചിട്ടുള്ളൂ. കാരണം സഞ്ചരിക്കുന്ന മയ്യത്ത ഓരോ ശരീരം എപ്പോ വേണമെങ്കിലും അത് ആവാവുന്നതാണ്. അപ്പൊ മയ്യത്തിനെ കുറിച്ച് കർമ്മശാസ്ത്രം പറഞ്ഞു. തൊഹ്ഫയുടെ 3-ാം ഭാഗത്തിലുണ്ട്, മയ്യത്തിന്റെ കഫൻ പുടവ തുടങ്ങുന്നത് വലത്തേക്കാ, അവസാനിക്കുന്ന ഇടത്തേക്കാ. അതാ മുണ്ട്, അവിടെയാ മുണ്ട്, അത് തന്നെയാണ് മുണ്ട്. മാത്രമല്ല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയാമുന ഫീ ശഅനിഹി കുല്ലിഹി. വലത്തേക്ക് തുടങ്ങാ എന്ന നല്ല കാര്യങ്ങൾ വലത്തത് കൊണ്ട് തുടങ്ങാൻ മുത്തുനബിയുടെ ഇഷ്ടമാണ്. മുണ്ടെടുക്കൽ ഇത്രയും നല്ല കാര്യം വേറൊന്നുമില്ല. ഒരു തുണി എടുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലേ. നമ്മളൊരു മുസ്ലിമിന്റെ രൂപം ഉണ്ടാവണം, അതിനെ പറ്റിയ കോലം ഉണ്ടാവണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ പല്ലിയുടെ വാല് മുറിഞ്ഞ മാതിരിയുള്ള ഷർട്ടും ഗ്രീസ് വരട്ടിട്ട് കയറ്റിയാ കേറാത്ത ഫക്കീറിന്റെ മാതിരി കീറി പറഞ്ഞ ജീൻസും, അവനെങ്ങാനും ഒരു റുക്കൂ ചെയ്ത സുബ്ഹാന റബ്ബി 40 ദിവസത്തെ ഈമാൻ പുറയിലേക്കണവന്റെ ബാത്തിലായിരിക്കും. അമ്മാതിരി ചിലപ്പോഴൊക്കെ ബസ്സിലൊക്കെ കയറുന്നവർ പെട്ടുപോകാറുണ്ട്. ഇവനിങ്ങനെ മുകളിൽ കൈ പിടിച്ച പുറയിലേക്കണവൻ തീർന്നു. ആ രീതി അത്രത്തോളം ഇന്നത്തെ വേഷവിധാനങ്ങള് മനുഷ്യനെ അങ്ങോട്ട് മാറ്റിയിരിക്കുക. വസ്ത്രധാരണകൾ ഇതെല്ലാം, തലമുടി വെട്ടല്, താടിവെക്കല്, മിതത്വം, വസ്ത്രധാരണത്തിലെ മിതത്വം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോയപ്പോ അന്നിട്ടിരുന്ന ചുവന്ന ചുരിദാർ പിന്നെ തൊട്ടടുത്ത ആഴ്ചയിലെ കല്യാണത്തിന് പറ്റൂല എന്ന് വാശി പിടിച്ച സഹോദരിയോട് പറയാ, വസ്ത്രത്തിന് മിതത്വം വേണം. പണ്ടൊക്കെ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ നേരത്തെ യോഗ്യത ചോദിക്കുമ്പോ പറയും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോദിക്കും യോഗ്യത എന്ത്, 30 ഓതി തീർത്തതാണെന്ന് പറയും. പിന്നെ ചോദിക്കും അതിനപ്പുറത്തേക്ക് ഒരു യോഗ്യത എന്തെന്ന് ചോദിക്കുമ്പോ തയ്യൽ അറിയാം, അതൊരു യോഗ്യതയായിരുന്നു. തയ്യല് ഒരു ബറക്കത്തുള്ള ജോലിയാ. ആദ്യം തയ്യൽ നടത്തിയ മഹാൻ അബുൽ ബശ്റാദ് അലൈഹിസ്സലാം. ആദ്യം നൂല് നൂറ്റത് ഹബ്ബാ റളിയല്ലാഹു അൻഹു. അല്ലാഹു 1000 കൈത്തൊഴിൽ ആദം നബിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിൽ വന്ന മഹാനവറുകൾ ആദ്യം ചെയ്ത കൈത്തൊഴിൽ ഉടുവസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സ്വർഗം ഉപേക്ഷിച്ചു വന്നപ്പോ സ്വർഗത്തിന്റെ വസ്ത്രം ഉപേക്ഷിച്ച് ഇലകൾ കൊണ്ട് നാണം മറച്ച ആദം നബി ഈ ഭൂമിയിൽ വന്ന
ആദ്യം ചെയ്ത കൈത്തൊഴിൽ അത് തയ്യലാ തുന്നലാ നബിയുനാ റസൂലുള്ളാഹി. അത് ബറക്കത്താ. ഒരു വീട്ടിൽ സ്റ്റിച്ചിങ് പഠിച്ചിരിക്കണം, പെണ്ണ് അത് ചെയ്തിരിക്കണം, ആണുങ്ങളും ചെയ്യണം. ഒരു ഷർട്ടിന്റെ ബട്ടൺ പോയാൽ അതിന് ഭാര്യയെ വിളിക്കേണ്ടതില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ തന്നെയുണ്ട്, അള്ളാന്റെ ഹബീബ് വസ്ത്രം തുന്നിയിരുന്നു, അവിടുന്ന് വീട്ടു ജോലിയിൽ ഭാര്യയെ സഹായിച്ചിരുന്നു, അവിടുന്ന് ചെരുപ്പ് കഴുകിയിരുന്നു, വസ്ത്രം കഴുകിയിരുന്നു. വാങ്ക് വിളിക്കുന്ന നേരത്ത് പള്ളിയിലേക്ക് അതേ സമയത്തിന്റെ ആദ്യ വഖത്തിൽ പോയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി.